നമസ്കാരം എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ലോസ് ഓഫ് മോഷന്റെ കുറെ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോസ് ഓഫ് മോഷന്റെ ഒരുമാതിരി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷനകത്ത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കയറി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫ്രിക്ഷന്റെ ടോപ്പിക്കിൽ കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ടോപ്പിക്ക് ലൂബ്രിക്കൻസ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഒക്കെയാണ്. ഇന്ന് അതിനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ്, ബാങ്കിങ് ഓഫ് റോഡ്സ്. ഇഷ്ടം പോലെ വട്ടം പ്രീവിയസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ഓഫ് റീപോസും ബാങ്കിങ് ഓഫ് റോഡ്സ് പ്രത്യേകിച്ച്. കാരണം ഇതൊക്കെ നമുക്ക് നല്ല രസകരമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. കാണുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. മാക്സിമം നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും. ഒരുപാട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് ലൈവ് എക്സാമ്പിളും അല്ലാതൊക്കെ നമുക്ക് പഠിക്കാം. ബാങ്കിങ് ഓഫ് റോഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ആദ്യം നമുക്ക് ആംഗിൾ ഓഫ് റീപോസ് പഠിച്ചിട്ട് വരാം. ഓക്കെ, എന്താണ് ഈ ആംഗിൾ ഓഫ് റീപോസ്? നമ്മൾ ഈ സ്കൂളുകളിൽ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ, ഒരു ബെഞ്ചിൽ അങ്ങോട്ട് ഇരിക്കുമ്പോൾ കുറെ പേരൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിടത്തുനിന്ന് ഇങ്ങനെ ഒരു ബെഞ്ച് ഇങ്ങനെ പൊക്കും, ബാക്കിയുള്ളവരെല്ലാം താഴോട്ട് വീഴും. നിങ്ങൾ നോക്കി, ഇത് ബെഞ്ച് ഇങ്ങനെ പൊക്കുക, അന്നേരം താഴോട്ട് വീഴാൻ ചിലരിങ്ങനെ പിടിച്ച് നിൽക്കും, താഴോട്ട് വീഴത്തില്ല. അന്നേരം നമ്മളിങ്ങനെ ഉയർത്തുമ്പോൾ പിടിച്ച് താഴോട്ട് വീഴുന്നതിന് മുമ്പുള്ള ആ ആംഗിളിനെ പറയുന്ന പേരാണ് സിംപ്ലി ആംഗിൾ ഓഫ് റീപോസ്. അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മളൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറയുന്ന, ക്ലാസ് റൂമിൽ പറയുന്ന എക്സാമ്പിൾ ഒന്നാണ്. അത് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. നമ്മളിങ്ങനെ അത് ബെഞ്ച് ഉയർത്തുമ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ പിടിച്ചിരുത്തില്ലേ, താഴോട്ട് പോകാതിരിക്കും. അന്നേരം ഇതിനിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അതായത് ഇത് ഈ പടം വരച്ചേക്കുമ്പോൾ നല്ല ഇത് നമുക്ക് പടം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനും ഇടയിലുള്ള ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ആംഗിൾ ഞാൻ ഡിനോട്ട് ചെയ്ത ലെറ്റർ ആൽഫയാണ്. ഈ ആൽഫ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അത് തീറ്റ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ആൽഫ എന്ന് കൊടുക്കാം, ബീറ്റ എന്ന് കൊടുക്കാം. ഞാനിവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത് ആൽഫ. ഇനി നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു ആംഗിൾ ഓഫ് റീപോസ്. ഇനി എന്താണ് അതിന്റെ ഫിഗർ വരച്ച്? ഫിഗർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെയും ബാങ്കിങ് റോഡ്സിന്റെ എല്ലാം ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിയോ, എന്തൊക്കെയാണ് നമ്മൾ ഫിഗറിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്? ഇത് ഫിഗർ ആണ്. ഇതൊരു സർഫസ്, ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിന്, ഒരു ബോഡിയാണിത്, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡിയാണിത്. നമുക്കറിയാം ഏത് ബോഡി, ഏത് ഒബ്ജക്റ്റിനും മുകളിലോട്ട്, ഇത് ഏത് ഒബ്ജക്റ്റിനും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. അതേപോലെ അതിന് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഇതുണ്ട്, എം ജി. എം ജി എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. എപ്പോഴും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിയാക്ഷൻ, അത് തെറ്റുചെയ്യരുത്. ആ റിയാക്ഷൻ നമ്മൾ ഇവിടെ പറയുന്നത് ഒരു നോർമൽ റിയാക്ഷൻ ഉള്ളതേ ഉള്ളൂ. താഴോട്ട് ആക്ട് ചെയ്യുന്നത് എം ജി ആണ്. ഈ എം ജിയെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എം ജി, ഇവിടെ ആൽഫയാണ് ആംഗിളെങ്കിൽ എം ജി കോസ് ആൽഫയും എം ജി സൈൻ ആൽഫയും. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടായിരിക്കും എം ജി കോസിന്റെ ആംഗിൾ, ഇങ്ങോട്ടായിരിക്കും എം ജി കോസ് ആൽഫ, ഇത് എം ജി സൈൻ ആൽഫ. ഇനി നിങ്ങൾ പഠിച്ചാൽ നോക്കിയേ, ഈ എം ജി സൈൻ ആൽഫയുടെ നേരെ ഞാൻ എഫ് എസ് മാക്സിമം എഴുതിയിട്ടുണ്ട്. എഫ് എസ് മാക്സിമം എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എം ജി കോസ് ആൽഫയുടെ നേരെ ഞാൻ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ. ഈ നേരെ എഴുതുക പറഞ്ഞാൽ ഇത് തമ്മിൽ ബാലൻസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എം ജി സൈൻ ആൽഫ ബാലൻസ് ചെയ്യുന്നതാണ് എഫ് എസ് മാക്സിമം, ആർ ബാലൻസ് ചെയ്യുന്നതാണ് എം ജി കോസ് ആൽഫ. ബാലൻസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഈക്വൽ സൈൻ എടുത്ത് എഴുതാം. എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വളരെ ഈസി ആയിട്ട് എഴുതാം. ആദ്യം നമുക്ക് ഇത് എഴുതാം, എം ജി സൈൻ ആൽഫ ബാലൻസ് ചെയ്യുന്ന ഈക്വൽ ഏത് തുല്യമാണ്? എഫ് എസ് മാക്സിമം. ഓക്കെ വാ, ആ ഇക്വേഷൻ നമ്പർ ഈസി, ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എം ജി കോസ് ആൽഫ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതിനെ ബാലൻസ് ചെയ്യുന്നു? എം ജി കോസ് ആൽഫ ആറിനെ ബാലൻസ് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി സിംപ്ലി ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 സെയിം സൈഡ് നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് അങ്ങ് വൃത്തിയായിട്ട് എഴുതി കാണിക്കാം. എം ജി സൈൻ ആൽഫ സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് 2 ബൈ. ഓക്കെ,
mg cos alpha ഈക്വൽ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ fs maximum by r. ഓക്കെ, എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ആണ്ടെ mg കിട്ടി. sin alpha by cos alpha നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. sin theta by cos theta എന്ന് പറഞ്ഞാൽ tan theta. അങ്ങനെയാണെങ്കിൽ sin alpha by cos alpha എന്ന് പറഞ്ഞാൽ tan alpha is equal to fs maximum by r. ഇത്രയാകുമ്പോൾ തന്നെ ഇക്വേഷൻ കിട്ടി. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, fs maximum by r. fs by r എന്ന് പറഞ്ഞാൽ f by r എന്ന് പറഞ്ഞാൽ mu ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. mu എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് mu എന്ന് പറയുന്നത്. അന്നേരം fs maximum by r നെ നമുക്ക് ഇങ്ങനെ എഴുതാം, µs എന്ന് എഴുതാം. µs കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമുക്ക് ഇങ്ങനെ കിട്ടും ഇക്വേഷൻ tan alpha is equal to fs maximum by r is equal to µs എന്ന് പറഞ്ഞാൽ a is equal to b is equal to c. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, tan alpha is equal to µs. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ എടുത്തേക്കുക. എന്നിട്ട് അതിന്റെ താഴെ a is equal to c എന്നാണെങ്കിൽ tan alpha is equal to µs. അവിടെ ഒരു പ്രൂഫ് ഉണ്ട്. പരീക്ഷയ്ക്ക് ആംഗ്ലോ റീപോസി വെച്ച് നിങ്ങൾ പടം വരച്ചതിന്റെ ഡെഫിനിഷൻ എഴുതി ഇവിടെ വരെ എഴുതിയാൽ മതി. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, tan alpha എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. പ്രൂവ് ദാറ്റ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുപോലെ ഇവിടെ വരെ എഴുതണം. ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റ ഇത് പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് പ്രൂഫ്, ഇതും പഠിച്ചു, ആംഗിൾ ഓഫ് റീപോസും പഠിച്ചു, ഈ പ്രൂഫും പഠിച്ചു. പ്രൂവ് ദാറ്റ് ആംഗിൾ ഓഫ് റീപോസ് ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ഓഫ് റീപോസ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇത്രയാണ് ആംഗിൾ ഓഫ് റീപോസ്. ഒരു വൃത്തിയായിട്ട് പടം വരയ്ക്കണം. പടം വരച്ചതിന് ശേഷം നിങ്ങൾ ഡെഫിനിഷൻ എഴുതണം, ഇക്വേഷൻ എഴുതുക. tan alpha is equal to fs maximum is equal to µs. ഒരു ബോക്സിനകത്ത് ആക്കുക, ബോക്സിനകത്ത് വൃത്തിയായിട്ട് ആക്കുക. അടുത്ത tan alpha is equal to µs. ഓക്കെ, രണ്ട് പ്രൂഫും ആംഗിൾ ഓഫ് റീപോസ്. ഇനി ചെറിയൊരു പ്രൂഫ് കൂടെ പഠിക്കാം, അത് വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. ഷോ ദാറ്റ് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ്. ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസും സെയിം ആണ്, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നേരത്തെ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്തതാണ്. അതായത് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞിരിക്കണം, ആംഗിൾ ഓഫ് റീപോസ് പറഞ്ഞത് എളുപ്പമാണ്. രണ്ട് സെന്റൻസ് നിങ്ങൾ നോക്കിയേ, നമ്മൾ പഠിച്ചാണ് tan lambda tangent of angle of friction is equal to µs എന്ന് പഠിച്ചോ. അത് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ tan alpha tangent of angle of repose is equal to µs. ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ ഒരു സൈഡ് നോക്കിയേ, µs അല്ലേ, സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റിംഗ് ഉത്തരം കിട്ടി. ഇക്വേറ്റിംഗ് 1 and 2 എന്ന് പറഞ്ഞേ tan lambda is equal to tan alpha. ഇനി നിങ്ങൾ നോക്കി, ഇതിനൊന്ന് വായിച്ചു നോക്കി. tan lambda tangent of angle of friction is equal to tangent of angle of repose. ശരിയല്ലേ? show that tangent of angle of friction is equal to tangent of angle of repose. സിമ്പിൾ. 1 2 മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? രണ്ട് മാർക്കിന് ചോദിക്കാം. ഇതിന് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, ക്രിസ്റ്റൽ ക്ലിയർ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു ടോപ്പിക് കൂടെ പഠിക്കാം. ഉറങ്ങല്ല കേട്ടോ. സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇത് അറിയാതെ നമുക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നതിലോട്ട് കയറാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ലേ, മലയിലോട്ട് കയറണമെങ്കിൽ പതുക്കെ കയറി ഇങ്ങനെ വരണം. ഇങ്ങനെ കയറി വരണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് റോഡ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്? സിമ്പിൾ ആയിട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സിമ്പിൾ ആയിട്ട് നമുക്കറിയാമല്ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് F = ma ആണ്. ഇത് ഞാൻ വേറെ രീതിയിൽ എഴുതുന്നുള്ളൂ. F = m, മാസിന് പകരം മാസ് എന്ന് കൊടുത്തു, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷന് പകരം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ.
ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ഇനി ഇക്വേഷൻ നോക്കൂ, സിമ്പിൾ ആയിട്ട് കിട്ടും. മാസ് m ഇൻറ്റു സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഉള്ള ഇക്വേഷൻ നമ്മൾ മോഷൻ പ്ലെയിൻ അത് പഠിച്ചിട്ടുണ്ട്, v²/r ഡിറൈവ് ചെയ്തൊക്കെ പഠിച്ചാൽ. അന്നേരം F is equal to m into v square എന്ന് പറഞ്ഞാൽ mv²/r. ഇതാണ് ബേസിക് ആൻഡ് മെയിൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. എല്ലാ രീതിയിലും പറയാം. അടിപൊളി ഇക്വേഷൻ, മെയിൻ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ. മറക്കുകയരുത്, +2ലും അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന എല്ലാ ക്ലാസ്സിലും പഠിക്കാനുള്ളതാണ്. കാണാതെ പെട്ടെന്ന് പറഞ്ഞ സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ F is equal to mv²/r. F is equal to mv²/r. ക്ലിയർ ആയിരിക്കും ഇക്വേഷൻ. പ്രോബ്ലത്തിൽ ഒരു ഇക്വേഷൻ ചോദിക്കാം. ഈ വിക്ക് പകരം നമ്മൾ പഠിച്ചിട്ടുണ്ട് r⍵ എന്ന് പഠിച്ചിട്ടുണ്ട്. മോഷനെ പ്ലെയിൻ അത് പഠിച്ചാൽ നമുക്ക് ഈ വിക്ക് പകരം നമുക്ക് r⍵ ഒന്ന് കൊടുത്തു നോക്കാം. F is equal എങ്ങനെ ഇരിക്കും നോക്കാം. m ഇൻറ്റു v² പകരം വിക്ക് പകരം r⍵, v² ആകുമ്പോൾ r⍵² ബൈ r. F is equal to m r² ω² r. ഒരു ആറും കിട്ടി. F is equal to ഇവിടെ എഴുതി കാണാൻ പറ്റത്തില്ലേ, ഇങ്ങോട്ട് F is equal to mr⍵². ഇത് പ്രോബ്ലത്തിലും എൻട്രൻസിലും ഒക്കെ ചോദിക്കും. കാരണം റേഡിയസും ഒമേഗയൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആംഗുലർ വെലോസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. മെയിൻ ആൻഡ് ഫണ്ടമെന്റൽ ഇക്വേഷൻ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ F is equal to mv²/r ആണ്, സംശയം വേണ്ട. പക്ഷേ ഒരു പ്രോബ്ലമോ എൻട്രൻസിനൊക്കെ ചോദിക്കുമ്പോൾ ഒമേഗയൊക്കെ തരുവാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഇക്വേഷൻ കൂടെ നിങ്ങൾ നോക്കി. അന്നേരം എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F is equal to mass into it is product of mass and centripetal acceleration. F is equal to mass into m into v²/r. F is equal to mv²/r. എന്ത് സിമ്പിൾ ആയിട്ട് കിട്ടി. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് v is equal to r⍵. അന്നേരം F is equal to m r⍵² m r²ω²/r. ആറും വെട്ടിപ്പോയി. F is equal to m r⍵². ഇങ്ങനെ വേണം ഫിസിക്സ് പഠിക്കാൻ. ഇങ്ങനെ ഫിസിക്സ് പഠിച്ചാൽ +1 തന്നെ നല്ല മാർക്ക് പഠിക്കും. ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കണം. ടോപ്പിക് എല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോപ്പായിട്ടൊരു കണ്ടന്റ് ആണ്, ടോപ്പായിട്ടുള്ള ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്നതാണ്. ഒന്നുകിൽ ഇതിന്റെ തിയറി അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം. ഇറ്റ്സ് നെയിം ഈസ് ബാങ്കിങ് ഓഫ് റോഡ്സ്. കാറുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത് ഇതിനകത്ത് കാണാം. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാനൽ ടോപ്പിക്കുകളിൽ ഒന്നാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു അതങ്ങ് നല്ല അറിഞ്ഞിരിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. 3, 4, 5 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ പറ്റുന്നതാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. നമ്മുടെ റോഡുകളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകാതെ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള റോഡുകൾ കണ്ടാൽ ഈ ബാങ്കിങ് റോഡ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, നമ്മുടെ റോഡുകളിൽ വളവുകൾ കണ്ടിട്ട്, വളവെന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ കൊടും വളവാണ്, അസാധാരണ വളവാണ്. ഇങ്ങനെയൊക്കെ പോയി 8 എടുക്കുന്നില്ല, നമ്മളെല്ലാം വണ്ടിക്ക് 8 എടുക്കുന്നു, H എടുക്കാനൊക്കെ എളുപ്പമുള്ള രീതിയിലൊക്കെയാണ് അസാധാരണ വളവുകളൊക്കെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വളവുകൾ കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യങ്ങളാണ് നമ്മൾ ആദ്യം അറിയിക്കേണ്ടത്. എന്തായിരിക്കും ദൂഷ്യം? ഇങ്ങനെയൊക്കെയുള്ള വളവുണ്ടെങ്കിൽ 1 ആക്സിഡന്റ് ഉണ്ടാകും സ്വാഭാവികമായിട്ട്. 2 wear and tear. എത്ര തവണ ബ്രേക്ക് പിടിക്കും? ഇങ്ങനെ പോകുന്നു, വീട് ബ്രേക്ക് പിടിച്ച് അന്നേരം wear and tear എന്ന് പറയുന്നത് തേയ്മാനം സംഭവിക്കും. ഇതെല്ലാം നമ്മുടെ വണ്ടിക്കും നമുക്കുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അന്നേരം റോഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം അത് കൺസ്ട്രക്ട് ചെയ്യുന്നവർക്കും അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഗവൺമെന്റിനും എല്ലാമാണ്, PWDക്കും ഒക്കെയാണ്. ആക്സിഡന്റ് വരുമ്പോൾ നമ്മൾ ഓവർ സ്പീഡ് മാത്രമല്ല ഒരിക്കലും ആക്സിഡന്റ് ഇതാക്കുന്നത്. ആ റോഡ് നല്ല വൃത്തിയായിട്ടുള്ള റോഡായിരിക്കണം, അല്ലേ? കേരളത്തിലേക്ക് ആക്സിഡന്റ് ഒരുപാട് കൂടുതലാണ്. നമ്മളതിൻ്റെ ഒരു കാരണം നിങ്ങൾ പൊതുവെ ഞാൻ ഡെയിലി ലൈഫായിട്ടങ്ങ് പറയുന്നേ ഉള്ളൂ. അന്നേരം നമ്മുടെ ഈ വളവുകൾ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ എന്തൊഴിവാക്കാം? ആക്സിഡന്റ് ഒഴിവാക്കാം, wear and tear ഒഴിവാക്കാം. അന്നേരം ബൈ അവോയ്ഡിങ് wear and tear ഓഫ് ദി ടയേഴ്സ് ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിങ്, വളവിലൊക്കെ വന്ന് തെന്നി വീണ് പോകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. The roads are banked at curves എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ
നമ്മൾ ഈ റോഡിനെ പല തട്ടായിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇന്നർ എഡ്ജ്, ഇത് ഇന്നർ എഡ്ജ് എന്നായിരിക്കും. ഇന്നർ എഡ്ജിന് മുകളിൽ ശകലം റേസ് ചെയ്ത് നിൽക്കണം ഔട്ടർ എഡ്ജ്. ഇന്നർ എഡ്ജിന് മുകളിൽ ശകലം റേസ് ചെയ്ത് നിൽക്കണം ഔട്ടർ എഡ്ജ്. അങ്ങനെയാണ് ഈ വളവുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തില്ല. ഇന്നർ എഡ്ജിന് മുകളിൽ റേസ് ചെയ്ത് നിൽക്കണം ഔട്ടർ എഡ്ജ്. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ഉദാഹരണം ഈ പടത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സർഫസ് ഓഫ് ദി റോഡും ഇത് ഹൊറിസോണ്ടലും ആണെങ്കിൽ ഇതിനിടയിലുള്ള ആംഗിൾ ഞാൻ തീറ്റ എന്ന് എടുത്തേക്കുന്നത്. ഈ ആംഗിളിനെ നമുക്ക് ബാങ്കിങ് ആംഗിൾ എന്ന് പറയാം. സർഫസ് ഓഫ് ദി റോഡും ഹൊറിസോണ്ടലും ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ദി ആംഗിൾ ബിറ്റ്വീൻ ദി സർഫസ് ഓഫ് ദി റോഡ് ആൻഡ് ഹൊറിസോണ്ടൽ ഈസ് കോൾഡ് ബാങ്കിങ് ആംഗിൾ. അന്നേരം പരീക്ഷയ്ക്ക് ബാങ്കിങ് ഓഫ് റോഡ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ബാങ്കിങ് ആംഗിളോട് അങ്ങ് എഴുതിയേക്കണം. അന്നേരം ബാങ്കിങ് ഓഫ് റോഡ്സ് മനസ്സിലായോ? ഒരു സ്കിഡിങ്ങോ ആക്സിഡന്റ് വൈസ് സ്കിഡിങ്ങോ വെയർ ആൻഡ് ടിയറോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ റോഡ് കേഴ്സിനിടയിൽ ഇന്നർ എഡ്ജിന് സ്ലൈറ്റ് ആയിട്ട് റേസ് ചെയ്ത് ഔട്ടർ എഡ്ജ് ഇത് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. അങ്ങനെ റോഡ് കൃത്യമായിട്ട് മെഷർമെന്റ് നിർമ്മിച്ചാൽ ഒരു ആക്സിഡന്റും പറ്റത്തില്ല. ഒരു പരിധി വരെ വെയർ ആൻഡ് ടിയർ ഓഫ് ദി ടയേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന PWD ആൾക്കാരാണത് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യേണ്ടത്. എന്റെ നാട്ടിലൊക്കെ ഉണ്ട് ഭയങ്കര അസാധാരണമായ വളവുകൾ. ഈ എന്താണ് എപ്പോഴും കൂടുതൽ ആക്സിഡന്റ് ലോക്കലായിട്ട് കൂടുതൽ ആദ്യമായിട്ട് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ വരുന്നവർക്ക് ഈ റോഡിനെ കുറിച്ച് ഗൂഗിൾ മാപ്പിനകത്ത് നോക്കുമ്പോൾ റോഡിന്റെ വളവുകളെ കുറിച്ചൊന്നും പറയത്തില്ലല്ലോ. അന്നേരം രാത്രിയൊക്കെ വരുന്നവർ ചിലപ്പം ഭയങ്കര വളവാണെങ്കിൽ സ്കിഡ് ചെയ്ത് ഒരിടത്തോട്ടൊക്കെ പോകും. അന്നേരം ഡെയിലി ലൈഫിൽ നിങ്ങൾ ആ ഭാവിയിൽ എഞ്ചിനീയർമാർ PWD എഞ്ചിനീയർമാരൊക്കെ ആകുമ്പോൾ റോഡ് നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. നമുക്ക് തരുന്ന ആ പൈസയ്ക്ക് അനുസരിച്ച് നല്ല സൂപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ കാരണമായിരിക്കരുത് ഒരു തലമുറ മൊത്തവും ആക്സിഡന്റ് വന്ന് പോകും. അത് ശ്രദ്ധിച്ചോണം. ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ കൂടെ ഒരു ഉപദേശമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് നമുക്ക് കിടക്കാം. ബാങ്കിങ് റോഡ്സ് നമ്മൾ പറഞ്ഞു, ബാങ്കിങ് ആംഗിൾ പറഞ്ഞു. ഫിഗർ നമ്മൾ നോക്കി എപ്പോഴും നമ്മൾ പറയുന്ന പോലെ എപ്പോഴും ഒരു വസ്തുവിനെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ ആണ് R, റിയാക്ഷൻ. താഴോട്ട് ആക്ട് ചെയ്യുന്നത് NG ആണ്. Rനെ ഇവിടെ നമ്മൾ രണ്ട് കമ്പോണൻസ് തിരിച്ചു, R cos തീറ്റയും R sin തീറ്റയും. എപ്പോഴും ഇങ്ങനെ നേരെ ആക്ട് ചെയ്യുന്നത് കോസ് തീറ്റ കമ്പോണന്റ് ആണ്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് സൈൻ തീറ്റ കമ്പോണന്റ് ആണ്. അന്നേരം R cos തീറ്റയ്ക്കും Rനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. അത് നോക്കണ്ട, ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നുള്ളതേ ഉള്ളൂ. അന്നേരം Rനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിച്ചു, R cos തീറ്റ, R sin തീറ്റ. ഇനി നിങ്ങൾ പെട്ടെന്ന് നോക്കേണ്ടത് R sin തീറ്റയുടെ നേരെ F. F എന്ന് പറഞ്ഞാൽ ഇനി സാധാരണ ഫോഴ്സ് അല്ല, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. എന്താ ഫോഴ്സ് ആണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. R cos തീറ്റ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ നേരെ ഉള്ളത് NG ആണ്. എന്ന് പറഞ്ഞാൽ R cos തീറ്റ ബാലൻസ് ചെയ്യുന്ന NG ആണ്. R sin തീറ്റ ബാലൻസ് ചെയ്യുന്ന F നെ ആണെങ്കിൽ R cos തീറ്റ ബാലൻസ് ചെയ്യുന്നത് NG ആണ്. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കി ഇങ്ങനെ എഴുതാൻ പോകുന്ന ശ്രദ്ധിച്ചോണം. R sin തീറ്റ ഈസ് ഈക്വൽ ടു F. ഓക്കെ, R sin തീറ്റയുടെ നേരെയാണ് F. ബാലൻസ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് കൊടുക്കുക. അതിന് R cos തീറ്റ ഈസ് ഈക്വൽ എന്നോടൊപ്പം പറഞ്ഞ R cos തീറ്റ ഈസ് ഈക്വൽ ടു mg. ഓക്കെ, F എന്ന് പറഞ്ഞാൽ എന്തോ ഫോഴ്സ് ആണ് ഞാൻ പറഞ്ഞേ? സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. R sin തീറ്റ ഈസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉള്ള ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ R. ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന രീതിയിലാണ്. F ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? mv സ്ക്വയർ ബൈ R. അത് ഇക്വേഷൻ നമ്പർ 1. എന്നിട്ട് ഇതൊന്നും നമ്മൾ എടുത്ത് എഴുതുക. R cos theta is equal to mg. ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ കിട്ടി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2. അന്നേരം എന്തോരും സെയിം സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. മറ്റേതുപോലെ പറഞ്ഞ പോലെ ആംഗിൾ ഓഫ് റീപോസ് പറഞ്ഞാൽ സെയിം സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. അന്നേരം R sin theta ഒന്നും വലിയ പാടില്ലല്ലോ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. R sin theta ബൈ R cos theta is equal to, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോരും? mv സ്ക്വയർ ബൈ R ബൈ mg. അല്ലേ? ആറും കിട്ടിപ്പോയി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ എമ്മും മുകളിലോട്ട് പോയാൽ എമ്മും വെട്ടിപ്പോവും. ഈ ജി ഇതിന്റെ കൂട്ടത്തിൽ ആറിന്റെ കൂട്ടത്തിൽ പോവും. വി സ്ക്വയർ ബൈ ആർ ജി. നമുക്ക് വേണ്ടത് ആ വെലോസിറ്റി ആണ്. ഏത് വെലോസിറ്റിയിൽ പോയാൽ നമുക്ക് സ്കിഡ് ചെയ്യാതിരിക്കാം. അന്നേരം വി ആണ് വേണ്ടത്. വി സ്ക്വയർ കണ്ടുപിടിക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ ടാൻ തീറ്റ ഇൻറ്റു ആർ ജി. കട്ടിൽ പറയാൻ സുഖം ആർ ജി ടാൻ തീറ്റ അങ്ങനെ ഉണ്ടല്ലോ. ആർ ജി ടാൻ തീറ്റ അല്ലേ?
എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ എ ഈസ് ഈക്വൽ ടു റൂട്ട് ബി. അങ്ങനെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ആർ ജി ടാൻ തീറ്റ ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫുൾ റൂട്ട് വേണേ റൂട്ട് ഓഫ് ആർ ജി കിട്ടിപ്പോയി. This is the final equation, important equation of banking approach. Is the root of r g tan theta. ഇതിന്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഈ ഇക്വേഷൻ വരുന്നെങ്കിൽ എഴുതിയാൽ നിങ്ങൾക്ക് ബാങ്കിങ് റോഡ്സിന് ഫുൾ മാർക്ക് കിട്ടും. ഡയഗ്രാം അതിനെ കുറിച്ച് എഴുതുന്നത് നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ എഴുതിയാലും മനസ്സിലാക്കി എഴുതുക. എന്നിട്ട് ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് ഇക്വേഷൻ സ്വന്തം സെന്റൻസിൽ എഴുതാം. പക്ഷെ അത് മനസ്സിലാക്കി എഴുതാൻ എളുപ്പമാണ്. എന്ത് എളുപ്പമായിട്ട് എഴുതാം. എന്നിട്ട് ഈസി റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടും. ഇതിന്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു ഇക്വേഷനോട് ചേർക്കാം. ഇതിനകത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷനോട് വന്നാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾസോ ടേക്കൺ ഇൻടു അക്കൗണ്ട്. Vmax is equal to maximum permissible speed. Vmax is equal to root of rg tan theta plus mu. ബ്രാക്കറ്റിൽ കൊടുക്കുക by 1 minus mu tan theta. നിങ്ങൾ വിചാരിക്കും സാർ എന്താ ഇത് ഇങ്ങനെ എഴുതി. നിങ്ങൾ ബാങ്കിങ് റോഡ്സ് എഴുതുമ്പോൾ ഇവിടെ വരെ എഴുതിയാൽ മതി. നമുക്ക് ഒരെണ്ണം ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതാം. If coefficient of static friction is also taken into account, therefore Vmax is equal to maximum permissible speed എന്ന് പറയുന്നത് root of rg tan theta. ഇവിടെ ഒരു സെയിം അല്ലേ tan theta plus mu എന്ന് പറയുന്നത് coefficient of static friction by 1 minus mu tan theta. ഇത് നമ്മുടെ അടുത്ത വീഡിയോക്കകത്ത് നല്ല അടിപൊളി ഡെറിവേഷൻ ആണ്. ഇതും പരീക്ഷയ്ക്ക് വയ്ക്കും Vmax ആണ്. ഇപ്പൊ നിങ്ങൾ ബാങ്കിങ് റോഡ്സിനോട് ഈ ഇക്വേഷൻ പഠിക്കുക. അടുത്ത ദിവസം ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് നല്ല ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ് റോഡ്സ് പഠിക്കുമ്പോൾ ഒരു ഡെയിലി ലൈഫിൽ ഓർത്തിരിക്കുക. ഈ കാറൊക്കെ ഓടിക്കിച്ചുകൊണ്ട് പോകുമ്പോൾ വളവുകളൊക്കെ സ്പീഡിൽ പോയി തെന്നി അങ്ങനെ ടാറൊക്കെ നക്കി ചിലരൊക്കെ പോകുന്ന കാണാം. ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ ടു വീലറിൽ പോകുന്നവരൊക്കെ കാണാം. ഇങ്ങനെ സ്കിഡ് ഭയങ്കര സ്കിഡിങ് ഒക്കെ നടത്തി പോയി ടാറൊക്കെ ഇങ്ങനെ ടാറൊക്കെ ചെയ്തതാണെങ്കിൽ ടാറൊക്കെ പതുക്കെ ഇങ്ങനെ നക്കി തിന്നുന്ന പോലെ അത്രയും ലോ ലെവലിലൊക്കെ പോകുന്നതാണ്. ഇങ്ങനെയൊന്നും പോകരുത്. വളരെ ശ്രദ്ധിച്ച് വണ്ടികൾ ഓടിക്കുക. റോഡിന്റെ നിലവാരം മനസ്സിലാക്കണം. അതൊക്കെ ഇപ്പം കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നു. കേരളത്തിൽ റോഡുകൾ ഡെവലപ്പ് ചെയ്യണം അല്ലേ. നമ്മളെല്ലാം ടാക്സും എല്ലാം കൊടുത്തിട്ടും അതൊന്നും റെഡി ആയില്ലെങ്കിൽ വളരെ മോശം പിടിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോട്ടെ. നമ്മള് ആംഗിൾ ഓഫ് റീപോസ് പഠിച്ചു, ബാങ്കിങ് റോഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചു. രണ്ടും ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? അല്ല നിങ്ങൾക്ക് കാറൊക്കെ പോകുന്നതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. നന്നായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോക്കകത്ത് കൊണ്ട് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ തീരുകയാണ്. പിന്നെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. 4ാമത്തെ യൂണിറ്റ് ആണ്. എത്ര സ്ലോയിൽ പോയാലും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഗുഡ് ബൈ, സി യു. ഓക്കെ.